ഭാഗത്ത് ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡിൻ്റെ മുകളിൽ നിന്ന് ആൾക്കാർ അതിൽ വലിഞ്ഞു കയറി എന്ന് പറയുന്നു. അതായത് ഇത് ഒന്നാമത് വിജയ് എന്ന് പറയുന്ന വ്യക്തി, അയാൾ ഒരു രാഷ്ട്രീയക്കാരനപ്പുറം അയാളൊരു സിനിമ നടനാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ആൾക്കാർ കൂടുക. നമ്മൾ കേരളം നോക്കുക, മമ്മൂട്ടി മോഹൻലാൽ വന്നാൽ ആൾ കൂടും സാധാരണ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത് അനുവദിച്ചത് എന്തിന് എന്നുള്ള വലിയ ചോദ്യമുണ്ട്. പക്ഷേ ഇവിടുന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ ആൾക്കാർ 10,000 പേര് പങ്കെടുക്കുന്ന പരിപാടി എന്നാണ് അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായി പോലീസ് അനുമതി കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ വിജയെപ്പോലെ താരം വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജനസംഖ്യ നമ്മൾ വിചാരിക്കുന്ന അപ്പുറമാണ്. കാരണം നിലവിൽ നമ്മൾ വന്ന സമയത്ത് രാത്രി 11 മണിയോടുകൂടി നമ്മളിവിടെ എത്തുന്നു. അപ്പം നമ്മൾ എത്തിയ സമയം നമ്മൾ സംസാരിക്കാൻ പോലീസ് നമ്മളോട് പറഞ്ഞു എന്തിനു വന്നു, എവിടുന്ന് വന്നു, എപ്പോൾ വന്നു, അങ്ങനെ കുറേ ചോദിച്ചു. അപ്പം നമ്മൾ ID കാർഡ് കാണിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ പിന്നെ കേരള മീഡിയ എന്ന് പറഞ്ഞപ്പോൾ അവർ മാറി നിൽക്കുന്നു. പ്രശ്നം നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അവിടെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയല്ല രീക്ഷ. കൃത്യമായ ഒരു മുന്നൊരുക്കം ഉണ്ടായിരുന്നോ, കൃത്യമായ ഒരു സജ്ജീകരണം ഉണ്ടായിരുന്നോ? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ വ്യക്തമാകുന്നു. ഇത് നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ പറയില്ലേ വിളിച്ചു വരുത്തിയ ഒരു ദുരന്തം എന്ന് പറയാം. കാരണം നമ്മൾ മുണ്ടക്കയും ചൂരൽമലയും എല്ലാം ദുരന്തം കണ്ടവരാണ് മലയാളികൾ. അതിനുശേഷം നമ്മളെ മനസ്സിൽ തട്ടിയ, നമ്മളെ വല്ലാതെ ഈ വന്ന സമയത്ത് എനിക്ക് ഉണ്ടായൊരു ഫീൽ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. കാരണം നിരവധി ചെരുപ്പുകൾ, നമ്മളെ അച്ഛൻ്റെ പ്രായമുള്ള ആൾക്കാരുടെ ചെരുപ്പുകൾ കാണുന്നു. നമ്മുടെ വീട്ടിലിപ്പം നോക്കുകയാണെങ്കിൽ പിഞ്ചു കുട്ടികളെ മക്കളെ ചെരുപ്പുകൾ കാണുന്നു. അത് കൂട്ടത്തോടെ ചെതറി ഓടുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ കുറേ ചെരുപ്പ് നമ്മൾ വഴിയോരങ്ങൾ മൊത്തം കാണാം. ഈ ഒരു 100-200 മീറ്ററോളം ദൂരത്ത് ആൾക്കാർ ചിന്നിച്ചെതറി ഓടിയ അവസ്ഥയാണ്. ചില വസ്ത്രങ്ങൾ കാണാം. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ 11 മണിക്ക് വന്ന സമയത്ത് ആ ഭാഗം തൊട്ട് ഇത്ര ഒരു 100-200 മീറ്റർ ദൂരത്തോളം നിരവധി ഫ്ലെക്സുകൾ, വിജയ ഫ്ലെക്സുകൾ ഉണ്ടായിരുന്നു. ആ വിജയ ഫ്ലെക്സ് എല്ലാം തന്നെ രാത്രി നമ്മൾ ഇതുവരെ നമ്മൾ ഉറങ്ങിയിട്ടില്ല. 11 മണിക്ക് വന്നോട്ട് നമ്മൾ ഈ സ്ഥലത്ത് നിൽക്കുകയാണ്. ആ സമയത്തോണ്ട് ആ ഫ്ലെക്സുകളെല്ലാം അഴിച്ചു മാറ്റി എല്ലാം കൊണ്ടുപോയി. ഇപ്പോൾ ഒരു ഫ്ലെക്സ് ആ 2 ഭാഗത്തും കാണാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ആ ഫ്ലെക്സുകളെല്ലാം തന്നെ കീറിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇന്നലെ രാത്രി ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് കൃത്യം മനസ്സിലാവും. ആ ഫ്ലെക്സ് എല്ലാം അന്ത്യശ്വാസം വലിക്കുന്ന സമയത്തുണ്ടല്ലോ, വെപ്രാളത്തിൽ ഓടുമ്പോൾ ഫ്ലെക്സ് പിടിച്ച് വലിക്കുന്നു, കീറുന്നു. ആൾക്കാർ ഓടുന്ന ആ ഒരു മരണവെപ്രാളത്തിലുള്ള ഓട്ടമുണ്ട്. അത് പറയുമ്പോഴത്തോളം ഭയാനകമായിരുന്നു എന്നുള്ളത് ആളുകളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഹരീഷ് പറയുമ്പോൾ തന്നെ നമുക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അത്രയ്ക്കും ദാരുണമായിരുന്നു ആ സംഭവം. ആ ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്, അത് പ്രകടമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഹരീഷ് നേരത്തെ ഞാൻ പറയായിരുന്നു, ഇനിയൊരു സംഭവം ഇതുപോലെയും നമ്മൾ മുണ്ടക്കൈ കണ്ടവരാണ്, ചൂരൽമല കണ്ടതാണ്. അപ്പോഴും ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും ഇത്തരം കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അത് വിവരിക്കാൻ പോലും പാടുപെടുന്നതാണ് നമ്മൾ. സത്യം. അതായത് നമ്മളിവിടെ വന്ന് സംസാരിച്ച ആൾക്കാരെല്ലാം പറഞ്ഞത് എടപ്പാടി വന്ന സമയത്ത് 10,000 പേര് വന്നിരുന്നു. അന്ന് ഈ വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല, എല്ലാം നടന്നു പോയത്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്ന ഒറ്റ കാര്യം, വിജയ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കപ്പാസിറ്റി അല്ലെ, വിജയിൻ്റെ കഴിഞ്ഞ പ്രോഗ്രാം പോലും മാറ്റി വെച്ചതാണ്. കാരണം വിജയ് വരുമ്പം ഇങ്ങനെ സ്ഥലത്ത് വിജയിനെ കാണാൻ ആളുകൾ തടിപ്പെടും. അതിൽ പിഞ്ചു കുട്ടികളുണ്ട്. നമുക്ക് ഈ വഴിയോരമാകെ നിരവധി ചെരുപ്പുകൾ, ചെറിയ കുഞ്ഞു കുട്ടികളുടെ ചെരുപ്പുകൾ, വലിയ നമ്മുടെ അച്ഛൻ്റെ പ്രായമുള്ള അച്ഛൻ്റെ അവരുടെ ചെരുപ്പുകൾ, അമ്മമാരുടെ ചെരുപ്പുകൾ, നമ്മളെ സഹോദരിമാരുടെ ചെരുപ്പുകൾ, ഇതെല്ലാം കാണുമ്പം നെഞ്ചുപിടയും. അതായത് നമുക്കൊന്ന് ഉറങ്ങണം എന്ന് തോന്നി. കാരണം നമ്മൾ വന്ന സമയം നമ്മൾ രാവിലെ തൊട്ട് വൈറൽ പീഡിക ഷൂട്ടുമായി ബന്ധപ്പെട്ട നമ്മൾ ഈ പാലക്കാട് ജില്ലയിൽ എത്തിയത്. നമ്മൾ ഇതുവരെ ജീവിതത്തിൽ നമ്മളെല്ലാം സന്തോഷ വാർത്ത, ഭക്ഷണം, യാത്ര, സഞ്ചാരം, സന്തോഷങ്ങളെല്ലാം പങ്കുവെച്ചുള്ള ലൈഫായിട്ട് നമ്മളോട് പെട്ടെന്ന് ഇങ്ങനെ ഒരു വലിയ ദുരന്തം നടക്കുന്നു. ഒരു ദുരന്തം അവിടെ സംഭവിക്കുമെന്ന് എത്ര കിട്ടിയാലും, എത്ര കേട്ടാലും, എത്ര കണ്ടാലും പഠിക്കാതെ ആൾക്കൂട്ടം ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. എന്നിട്ടൊന്നും ഇതിനൊരു മാനദണ്ഡം തീരുമാനിച്ചിട്ടില്ല. മാനദണ്ഡങ്ങൾ പാലിക്കാതെ അങ്ങേയറ്റം അനാസ്ഥയോടെ നടന്ന ഒരു പരിപാടി, കരുതുന്നതിലധികം ആളുകൾ എത്തുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന ഒരു പരിപാടിയിൽ എങ്ങനെ ഇവരെ നിയന്ത്രിക്കണം, എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഇതുവരെയും ഒരു മാനദണ്ഡമില്ല. അത് തന്നെയാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിച്ചത്. ഇന്നലെ രാവിലെ മുതൽ അവിടെ എത്തിയവർ ഉച്ചയോടെ പരിപാടി നടക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് വിജയെത്താൻ താമസിച്ചതുകൊണ്ട് കരുതിയതിലും അധികം വൈകിപ്പോയി. അപ്പോൾ രാവിലെ മുതൽ എത്തിയ മനുഷ്യർക്ക് ക്ഷീണമുണ്ടാകും, നിർജ്ജലീകരണം ഉണ്ടാകും. അവരോടെ കാത്തു നിൽക്കുകയായിരുന്നു. അത്രത്തോളം ക്ഷീണിച്ച ആ മനുഷ്യർ സ്വാഭാവികമായും തളരും. തിക്കും തിരക്കും കൂട്ടിയതോടെ, ആളുകൾ ഓടിയതോടെ, വീണ് കിടന്ന മനുഷ്യർക്കുമേൽ മറ്റുള്ളവർ ചവിട്ടിയതോടെ അപകടത്തിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടുകയായിരുന്നു. 39 ജീവനുകളാണ് നമുക്ക് നഷ്ടമായത്.